2 മാസം കൊണ്ട് 20 കിലോ കുറച്ച ഡോക്ടറാണ്. 20 കിലോ നമ്മൾ ആദ്യം നമ്മുടെ BMI ഒക്കെ നോക്കി ഫിക്സ് ചെയ്തു. എന്നാൽ ഞാൻ ഉണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 75 ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. തടി കുറയ്ക്കാൻ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണം എന്താ? തടി കൂടാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. പഴങ്ങൾ എടുക്കാം, നമുക്ക് തെറ്റ് പറ്റുന്നത് ഇതാണ്. അത് റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്ലോട്ടിങ്ങിന്റെ പ്രശ്നം വരും. തടി കൂടാനും അത് ഒരു മെയിൻ ആളാണ്. പാല് നല്ലതല്ല. കോണോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ചില്ലറ കക്ഷിയൊന്നും അല്ല കേട്ടോ. 2 മാസം കൊണ്ട് 20 കിലോ കുറച്ച ഡോക്ടറാണ്. സാധാരണ നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടർമാർ പറയുന്നത് കേൾക്കാം, അവരെ കൊണ്ട് അങ്ങനെ കുറപ്പിച്ചു ഇങ്ങനെ കുറപ്പിച്ചു ഇത്ര വെയിറ്റ് കുറഞ്ഞു, ഒന്നും വേണ്ട. ഡോക്ടറിന്റെ ഡയറക്റ്റ് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ ഈ കാണുന്ന ഫോട്ടോയും ബിഫോറുള്ള ഫോട്ടോയും ഈ കാണുന്ന ആഫ്റ്ററുള്ള ഫോട്ടോയും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡോക്ടർ എത്രത്തോളം വെയിറ്റ് കുറഞ്ഞത്. ഒരു 2 മുതൽ 3 മാസത്തിന്റെ ഇടയിലാണ് 20 കിലോ കുറച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഇത്രയും വെയിറ്റ് സിമ്പിൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റി, അതിന് നമ്മുടെ ഡോക്ടർ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിന് നമുക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഏതോ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജുമാന മാം ആണ്. ഇപ്പൊ ഡോക്ടറോട് തന്നെ നമുക്ക് നേരിട്ട് ചെയ്യാം. ഡോക്ടറെ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് 20 കിലോ ആണ് ഡോക്ടർ കുറച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും സംശയമാണ്, നമ്മൾ അത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ, അത് ഹെൽത്തി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഡോക്ടർ എങ്ങനെ എത്ര സിമ്പിൾ ആയിട്ട് കുറച്ച്? 20 കിലോ നമ്മൾ ആദ്യം നമ്മുടെ BMI ഒക്കെ നോക്കി ഫിക്സ് ചെയ്തു. എന്നിട്ട് ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 52-55 അത്രേ പറ്റുള്ളൂ വെയിറ്റ്. എന്നാൽ ഞാൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 75 ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു വെയിറ്റ്. ആഫ്റ്റർ ഡെലിവറി ഗെയിൻ ചെയ്ത വെയിറ്റ് പ്രഗ്നൻസി ടൈമിലും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ആയി. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്തു 20 kg എങ്ങനെയെങ്കിലും 2 മന്തിൽ കുറയ്ക്കണം എന്നുള്ളത്. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ എന്തായാലും പോർഷൻ കൺട്രോൾ ചെയ്തിരുന്നു. അത് ചെയ്യാതെ ഒരു വിട്ടുവീഴ്ചയില്ല. അത് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചില സപ്ലിമെൻറ്റ്സും എടുത്തിരുന്നു. അതേപോലെ വാക്കിങ്ങും മിതമായിട്ടുള്ള എക്സസൈസ് വളരെ മിതമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ നടത്തം 40 മിനിറ്റില്ല, അതിൽ കൂടുതൽ തന്നെ നടത്തം ഞാൻ റെഗുലറായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിച്ചു. ഉറങ്ങി അല്ലെങ്കിൽ കിടന്ന് എപ്പോഴും അങ്ങനെ ഒരു സ്ലഗ്ഗിഷ് ആയിട്ടില്ലാതെ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഞാൻ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്, നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് കഴിക്കും, എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണം. പലപ്പോഴും പല മിസ്റ്റേക്കുകളും സാധനങ്ങൾ പലപ്പോഴും പല ആളുകളും ചെയ്യാറുണ്ട്. ചിലപ്പോൾ നല്ലത് എന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലതും അവർക്ക് വിപരീതമായിട്ട് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തടി കൂടും എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണം എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ചോദിക്കുന്നത് കറക്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചെടുക്കുന്ന ചില ഫുഡ്സ്, അതായത് നമ്മൾ വെയിറ്റ് ലോസ് ജേണിയിലോട്ട് ആദ്യം കയറുമ്പോൾ തന്നെ പലരും എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നേന്ത്രപ്പഴം. അത് അരിഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാലറി കണ്ടന്റ് കുറച്ചിട്ട് നേന്ത്രപ്പഴം എടുക്കാം എന്ന് വിചാരിക്കും. പക്ഷേ ഈ നേന്ത്രപ്പഴം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. മാത്രമല്ല തടി കൂടാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ഒന്നാണ്. അത് പലർക്കും എസ്പെഷ്യലി നമ്മുടെ മലയാളീസിന് നേന്ത്രപ്പഴം ഇല്ലാതെ ഏത്തക്ക ഇല്ലാതെ ഒരു പരിപാടി ഇല്ല. അല്ല, ഞാനിപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ വെയിറ്റ് ലോസിന്റെ സമയത്ത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നല്ലപോലെ ഈ നേന്ത്രപ്പഴം അതേപോലെ കട്ട് ചെയ്ത് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങി ഇതും കോഴിമുട്ടയും കഴിക്കാം. ഇത് നല്ലതാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ. കാരണം നമുക്ക് ഒറ്റ നേന്ത്രപ്പഴം കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് ഫുള്ളായി നല്ലപോലെ കിട്ടാറുണ്ട്. ശരിക്കും അത് നമ്മൾ തടി കൂട്ടാൻ. ഫ്രൂട്ട്സ് നല്ലതാണ്, പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മുട്ട ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആണ്. അത് 1-2 മുട്ട എടുക്കാം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ എഗ് എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എഗ് വൈറ്റ് ആയിട്ട് 4 മുട്ടയുടെ വെള്ള വരെയൊക്കെ ദിവസവും എടുക്കാം. അത് ശരിക്കും നമ്മൾ പ്രോട്ടീൻ കമ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ഒരു സബ്സ്റ്റൻസിന്റെ പ്രോട്ടീൻ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു മുട്ട വെച്ചിട്ടാണ്. ഒരു 100% അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാം പ്രോട്ടീൻ വാല്യൂ എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ കലവറയാണ് ഈ മുട്ട എന്ന് പറയുന്നത്. അത് റെഗുലർലി എടുക്കാം. പക്ഷെ പഴങ്ങൾ എടുക്കാം, നമുക്ക് തെറ്റ് പറ്റുന്നത് ഇതാണ്. അതുപോലെ റോബസ്റ്റ് പഴവും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ളതാണ്. പിന്നെ നമ്മൾ വാട്ടർമെലൻ എന്ന് പറയുന്ന ഈ ബത്തക്ക, തണ്ണിമത്തൻ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. അത് ഒരു ബൗൾ എടുത്താൽ തന്നെ പെട്ടെന്ന് ഈ ഷുഗർ ഹൈപ്പും കൂടുതലാണ്. അത് റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്ലോട്ടിങ്ങിന്റെ പ്രശ്നം വരും. തടി കൂടാനും അത് ഒരു മെയിൻ ആളാണ്. ഞാൻ എപ്പോഴും നമ്മൾ പല റീലുകളും കണ്ടിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഏത്തപ്പഴം എന്ന് പറയുന്നത്, രണ്ടാമത്തത് വത്തക്ക. നിങ്ങൾക്ക് എത്ര ആണെങ്കിലും കഴിക്കാം, ഒരു പ്രശ്നമില്ല. വാട്ടർ കണ്ടന്റ് ആണ് അധികം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത്. ശരിക്കും അത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. അതെ, ദിവസവും ഇതുപോലെ വാട്ടർമെലൻ അല്ലെങ്കിൽ ബത്തക്ക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ ആ ഒരു അസിഡിറ്റി ഉണ്ടല്ലോ, അത് ഇംബാലൻസ് ഉണ്ടാക്കുകയും ചെയ്യും. ബ്ലോട്ടിങ്, വയറെപ്പോഴും കെട്ടിക്കിടക്കുക, ചിലർക്ക് എന്താ പറയുക ലൂസ് മോഷൻ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുക, ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട്. ഇത് കാരണം വയറ് അസ്വസ്ഥത
വരുന്നവർക്ക് നമ്മൾ ഈ സിഞ്ചിബർ ഒഫീഷ്യനാലിസ് എന്ന് പറഞ്ഞ ഇഞ്ചിയിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസ് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ബത്തക്ക സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഈ ഒരു അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ദിവസം കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് അല്ല, മാത്രമല്ല അത് വെയിറ്റ് ലോസിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടേ അല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഏത്തക്ക അത് അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ്. പഴുത്ത മാമ്പഴമൊക്കെ തടി കൂടാൻ ഏറ്റവും ബെസ്റ്റാണ്. തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഭാഗത്തോട്ടേ പോകണ്ട. എന്നാൽ നമ്മൾ ഈ കക്കരിക്ക എന്ന് പറയുന്ന വെള്ളരിക്ക ഉണ്ടല്ലോ, കുക്കുംബർ, അത് ഓൾമോസ്റ്റ് 0 കലോറിയാണ്. അപ്പൊ നിങ്ങൾക്ക് വിശക്കുന്ന ടൈമിൽ അത് നിങ്ങൾ ഒരു ബൗൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാട്ടർ കണ്ടന്റും കൂടുതലാണ്, നാരുകൾ അധികം അടങ്ങിയിട്ടുണ്ട്, കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വളരെ എഫക്റ്റീവ് ആണ്, അത് നല്ലതാണ്. അപ്പൊ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ അതുപോലെ ബെറി ഫ്രൂട്ടുകൾ, അപ്പൊ ഫ്രൂട്ട്സിൽ തന്നെ ചില ഫ്രൂട്ട്സുകൾ ഹൈ കാലറി ഉള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഈ റോബസ്റ്റ് പഴം, നേന്ത്രപ്പഴം, ചക്ക, അതേപോലെ പഴുത്ത മാമ്പഴം, ഇത് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. എന്നാൽ കുറച്ചുകൂടെ കലോറി കണ്ടന്റ് കുറവായിട്ടുള്ള ഞാൻ പറഞ്ഞ ബെറീസ് നല്ലതാണ്. ബെറി ഫ്രൂട്ടുകളെല്ലാം തന്നെ ബ്ലൂബെറി, സ്ട്രോബെറി ഒക്കെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കൂടുതലാണ്. നിങ്ങൾ ഒരു ബൗൾ എടുത്താലും ഹൈ കലോറി കൂടില്ല. അതായത് നമ്മൾ മിതമായിട്ട് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോരാ, അത് ഡെയിലി എടുക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വെയിറ്റ് ലോസിന് ഏറ്റവും ഹെൽപ്പ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് സ്ലിം ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടറെ, ഇപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ സ്ലിം ഫിറ്റ് എടുത്തിട്ട് നമുക്ക് ഉണ്ടായിരുന്ന പേഷ്യൻസിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ആക്ച്വലി സപ്ലിമെന്റ്സ് ഇൻ ദ സെൻസ് അതൊരു കെമിക്കൽസ് എടുക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. പക്ഷേ ഇതിലുള്ളതെല്ലാം പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഗാർസീനിയ ഗാംബോജിയ എന്ന് പറയുന്ന നമ്മുടെ ഈ നാടൻ കൊടംപുളി അതിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ കോഫിയ ക്രൂഡ, നമ്മുടെ അറേബ്യൻ കോഫി, ഗ്രീൻ ടീ, ഇതിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഹെർബൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് ഇഫക്ട്സ് ഇല്ല. ഈ ഗാർസീനിയ ഗാംബോജിയൊക്കെ നമ്മുടെ ഈ ശരീരത്തിൽ പറഞ്ഞു ഗർലിൻ, അതേപോലെ ലെപ്റ്റിൻ, നമ്മുടെ 2 ഹോർമോണാണ്. വിശക്കുന്നുണ്ട്, വിശപ്പ് കൺട്രോൾ ആക്കി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മതി എന്ന് തോന്നിക്കുന്നത്, ആ ഒരു സറ്റൈറ്റി ഫീലിംഗ് വരാൻ ഗാർസീനിയ ഗാംബോജിയ എഫക്റ്റീവ് ആണ്. കാരണം ഈ വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് പെട്ടെന്ന് കടക്കുന്നവർക്ക് വിശപ്പ് ഭയങ്കര കൂടുതൽ, അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഈ ഒരു സപ്ലിമെന്റ് ബെസ്റ്റാണ്. സ്ലിം ഫിറ്റ് മെറ്റബോളിസം കൂട്ടാൻ ഹെൽപ്ഫുൾ ആണ്. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി അതിൽ കൂടുതലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു സപ്ലിമെന്റ് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് പേഷ്യൻസിന്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു വിഷയത്തിലാണ്, ആളുകൾ പലതും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇറച്ചി, മീൻ ഇതൊന്നും വെയിറ്റ് ലോസിന് കഴിക്കാൻ പാടില്ല. ഇറച്ചി കഴിക്കരുത്, ഇറച്ചി ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ഇത്തരത്തൊന്നും കഴിക്കരുത്, ഇതൊക്കെ തടി കൂട്ടുന്നതാണ്, നിങ്ങൾ വേണേൽ ചോറ് കഴിച്ചോളി, ചപ്പാത്തി കഴിച്ചോളി, ഇതൊരു സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് ശരിക്ക് തെറ്റാണെന്നാണ് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അത് തെറ്റ് തന്നെയാണ്. അതും ഡയറ്റിലോട്ട് കിടക്കുന്നവർ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും ആദ്യം ഒഴിവാക്കുന്നത് വെച്ചാൽ ചോറ് ഒഴിവാക്കി ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു എന്ന് പറയും. രണ്ടും കാർബ്സ് തന്നെയാണ്, അന്നജം തന്നെയാണ്. പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് റെഡ് മീറ്റ് ആണെങ്കിലും എടുക്കാം. ചിക്കനാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് പോകുമ്പോൾ ചിക്കൻ്റെ തന്നെ തൈ പോർഷൻ, തൊടഭാഗത്ത് സ്കിന്നോട് കൂടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലറി കുറച്ചുകൂടി കൂടുതലാണ്. ചെസ്റ്റ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലറി കുറവാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് ആഗ്രഹിക്കുന്നവർ കൂടുതലായിട്ടും ഈ വൈറ്റ് പ്രോട്ടീൻ, അത് ലീൻ പ്രോട്ടീൻ ആണിത്. അപ്പോൾ ഫാറ്റ് പെട്ടെന്ന് കൂടുന്നുണ്ടാവില്ല. പ്രോട്ടീൻ സോഴ്സ് എടുക്കണം, അല്ലാതെ ഇറച്ചിയും മീനും അവോയ്ഡ് ചെയ്തിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. കാർബ്സ്, അന്നജമാണ് കുറയ്ക്കേണ്ടത്. എങ്ങനെ പോയാലും 3 നേരം അന്നജം വരും. രാവിലെ ഇഡ്ഡലി, ദോശ, പുട്ട്, രാത്രി സെയിം ചോറ് റിപ്പീറ്റ്. കുറെ പേഷ്യൻസ് ഡീൽ ചെയ്യുന്നവർ അവരുടെ ഒരു ഡയറ്റ് ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇങ്ങനെ തന്നെയാണ് 3 നേരം നോക്കുമ്പോഴും അരിഭക്ഷണമാണ് പ്രധാനമായിട്ട്. രൂപം അതെ, വെള്ളപ്പം, അതിന് വെള്ളപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി ദോശയും അതേ അരിഭക്ഷണം തന്നെയാണ്. രാത്രി ചപ്പാത്തി കാർബ്സ് തന്നെയാണ്. അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഫ്രൂട്ട്സും ഇലക്കറികളും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻറ്റ്. മുട്ട മാത്രമല്ല, മീന്, മത്സ്യങ്ങൾ ഞാൻ റെഗുലറായിട്ട് എൻ്റെ പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതും ചെറു മത്സ്യങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് കറി വെച്ച് കഴിക്കണം. അതുപോലെ ചിക്കൻ എടുക്കുമ്പോഴും നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കരുത്. ചിക്കൻ ആണെങ്കിൽ എയർ ഫ്രയർ ഉപയോഗിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചത്, സ്റ്റീംഡ് ആയിട്ടുള്ളത്, അതാണ് കുറച്ചുകൂടി റിസൾട്ട് തരുന്നത്. കാരണം 1 ടീസ്പൂൺ നമ്മൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50-55 കിലോ കാലറിയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത്. അന്നജം, ഓയിൽ, ഇതിൻ്റെ ഇൻടേക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഹൈ കലോറിയാണ്, പെട്ടെന്ന് തന്നെ
ഹൈപ്പാവും നമുക്ക്. ഓക്കെ. അതായത് ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ വിചാരിക്കുന്ന പലതും തെറ്റിദ്ധാരണയാണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം എല്ലാവരും ഇത് ഞാൻ പിന്നെ ആളുകൾക്ക് അറിയില്ല, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ എല്ലാവരും ചെയ്യുന്നതാണ് ഇറച്ചി, മീന് അത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. എന്നിട്ട് അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിക്കും. ചോറ് ഇത് ഒഴിവാക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഇറച്ചി മീൻ ഒഴിവാക്കുമ്പോൾ നമ്മുടെ വൈറ്റമിൻ B12 ഉണ്ട്, സയനോകോബാലമിൻ. ഈ വൈറ്റമിൻ നമ്മുടെ ദേഹത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നോൺ വെജ് ആയിട്ടുള്ള ഈ ഇറച്ചി മീനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഏജ് ആകും തോറും നമ്മൾ ഇതിന്റെ ഒരു ഇൻടേക്ക് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഡി ഞരമ്പുകൾക്കൊക്കെ രക്തയോട്ടം അത് സാരമായി തന്നെ ബാധിക്കും. അത് ഇല്ലാത്തവർക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കേണ്ടി വരും. എന്തിനാ, നമുക്ക് ഭക്ഷണത്തിൽ തന്നെ കിട്ടുന്ന സ്ഥിതിക്ക് ആ സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡോക്ടറെ നമ്മൾ അതിൽ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. പിന്നെ എപ്പോഴും ഈ വെയിറ്റ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് 6 കിലോ, ഇപ്പോൾ ചില ആളുകളുടെ ബോഡി തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന ടൈപ്പ് ആയിരിക്കും. ചില ആളുകൾ പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ആണ് ചിലപ്പം അത്ര കുറഞ്ഞോളന്നില്ല, പക്ഷേ ജെൻസിൻ്റെ അത് പെട്ടെന്ന് കുറയുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് അത് ഹെൽത്തി ആണോ, അത്ര കിലോ വെയിറ്റ് കുറയുന്നത് ഹെൽത്തി ആണോ എന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ 20 കിലോ കുറച്ചിട്ടുണ്ട്. ആ 20 കിലോ കുറച്ചത് കൊണ്ട് ഡോക്ടർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാനത് വളരെയധികം ശ്രദ്ധിച്ചാണ് ചെയ്തത്. പക്ഷെ എൻ്റെ പേഷ്യൻസ് സജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറ്റ് എ ടൈം ഒരു മാസത്തിൽ 10 kg അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അതായത് ഒരു ആഴ്ചയിൽ 1-1.5 കിലോ വെച്ചിട്ട് ഒരു മാസത്തിൽ 6-7 കിലോ കുറയുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഞാൻ വെച്ചാൽ അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നമ്മൾ. ഭക്ഷണത്തിന്റെ ഇറ്റേക്ക് നമ്മൾ ഒരു ആസ് എ ഡോക്ടറും കൂടി ആയതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഹൈപ്പോഗ്ലൈസിമിക് കണ്ടീഷൻ ആവരുത്, ഒരു ഓവർ ടയേർഡ് ആവരുത്. അപ്പം വെള്ളത്തിന്റെ ഇൻടേക്ക് കൂട്ടി. കാരണം 1 കിലോയ്ക്ക് 30 ml വെച്ചിട്ടാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെയിറ്റിനൊത്ത് തന്നെ നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂട്ടണം. അപ്പോൾ അത്രയും ലിറ്റർ വെള്ളം കൂട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നടത്തം ആക്ടിവിറ്റി കൂടുതലാക്കാൻ തുടങ്ങി. കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണമല്ലോ. നമ്മൾ സെഡൻഡറി ആയിട്ട് ഒരേ സ്ഥലത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യുക. അതേപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ മെൻസിനെയും, അതായത് പുരുഷന്മാരെയും സ്ത്രീകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുരുഷന്മാരിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ആവുന്നുണ്ട്. മെറ്റബോളിക് റേറ്റ് അവരിൽ കൂടുതലാണ്. എന്നാൽ സ്ത്രീകളിൽ പലപ്പോഴും PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂ, ഹോർമോൺ ഇംബാലൻസും കൂടെ വരുന്നത് കൊണ്ടാണ് മെറ്റബോളിസം കുറച്ചുകൂടി സ്ലോ ഡൗൺ ആവുന്നത്. അവരുടെ കേസിലാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വേറൊരു സംശയം ചോദിക്കുകയാണ്. ആളുകൾക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറഞ്ഞതിൽ ഇഷ്യൂ ഉണ്ടാവോ എന്ന് പേടിയുള്ള കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 100-105 കിലോ ഉള്ള ഒരാളാണ്. ഞാനിപ്പോൾ ഡോക്ടർ ഡയറ്റ് പ്ലാൻ എടുത്തു. ഞാൻ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ആദ്യം പറയുന്നത് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ രാവിലെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചു, വർക്കൗട്ട്സ് രാവിലെ ചെയ്തു, ഉച്ചയ്ക്കും പിന്നെ എൻ്റെ സ്ലീപ്പ് കൺട്രോൾ ചെയ്തു, എല്ലാം ചെയ്തു. സംടൈംസ് നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ ചില സമയത്ത് നല്ല വെയിറ്റുള്ള സമയത്ത് മോർണിംഗ് ഈവനിങ് ആയിട്ട് ഭയങ്കര ഹെവി അല്ലാതെ 2 നേരം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടും ഞാനൊരു മാസം കൊണ്ട് 15 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺഹെൽത്തി ആണോ? ഇല്ല, അത് ഹെൽത്തി തന്നെയാണ്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡയറ്റ് പ്ലാന് നോക്കി ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാലറീസ് ഇൻടേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽത്തി തന്നെയാണ്. കാരണം വർക്കൗട്ടും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് അത്ര റാപ്പിഡ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കിട്ടുന്നത്. സാധാരണഗതിയിൽ ഡയറ്റ് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 5-7 കിലോ മാത്രമേ ഒരു മാസത്തിൽ കുറയുള്ളൂ. എന്നാൽ വർക്കൗട്ടും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി, ഡബിൾ ആയിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഹെൽത്തി തന്നെയാണ്. ഓക്കെ. അതായത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്, നിങ്ങൾ പട്ടിണി കിടന്ന് ഡയറ്റ് ചെയ്യരുത്. പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴാണോ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ വെയിറ്റ് പെട്ടെന്ന് തിരിച്ചു കയറാൻ. അല്ല, പട്ടിണി കിടന്നിട്ട് ചിലർക്ക് അപ്പോഴും തടി കുറയാത്തവരുണ്ട്. കാരണം മെറ്റബോളിസം ഒന്നുകൂടി സ്ലോ ഡൗൺ ആവുകയുള്ളൂ. അപ്പം ഭക്ഷണം കഴിക്കണം, 3 നേരം ഭക്ഷണം കഴിക്കണം. പോർഷൻ കൺട്രോൾ ആണ് ചെയ്യേണ്ടത്. അത് പലരും ചെയ്യുന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പല ആളുകളും ഈ പറഞ്ഞ നല്ലപോലെ ഷുഗർ കട്ടൊക്കെ ചെയ്തിട്ട് എന്താ പറയാ, തിരിച്ച് പിന്നെ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് നേരെ ഡബിൾ, ഒരു 5 കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോ ആയിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ്. ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ വെച്ചിട്ട് നല്ല ഡയറ്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകൾ മെയിനായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്? ഷുഗർ കട്ട് ചെയ്യുന്നവർ ആദ്യം അവോയ്ഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ചായയിലെ പഞ്ചസാര മാത്രം ആദ്യം അവോയ്ഡ് ചെയ്യുന്നു. എന്ത് അവോയ്ഡ് ചെയ്തില്ലെങ്കിലും ആദ്യം പറയുന്നത് അതാണ്. പക്ഷെ അതിലേറെ ഉപരി മെയിൻ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അന്നജം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പുറമെന്നുള്ള ഫുഡ്സ്, അതൊന്നും ഇപ്പോൾ അധികം ആളുകളും ബേക്കറി ആയിട്ട് അതിലൊക്കെ കുറച്ചുകൂടി കൺസേൺ ആണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണത്തിൽ അതിന്റെ വെറൈറ്റി ഫോംസ് അവർക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ചോറ് മാറ്റി ചപ്പാത്തി എടുക്കും, രണ്ടും കാപ്സ് ആണ് എന്നുള്ളത്. ചോറിന് പകരം മില്ലറ്റ് റൈസ് കുറച്ചുകൂടി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ കണ്ടന്റ് കുറച്ച് കഴിഞ്ഞാൽ, എന്നാൽ ആ ഒരു ഓപ്ഷൻസിലോട്ട് ആളുകൾ എത്തുന്നില്ല. ചോറും ചപ്പാത്തിയൊക്കെ ഈക്വൽ കലറി തന്നെയാണ് വരുന്നത്, കാപ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഷുഗർ കട്ടിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാപ്സ്, അന്നജം
പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യാം. ഓക്കെ ഒരു 100-150 അത്രയും തന്നെ എടുത്താൽ മതിയാവും, അതിൽ കൂടരുത്. ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് കീറ്റോ ഡയറ്റും ചിലർക്ക് പ്രശ്നമാവും. കീറ്റോ ഡയറ്റ് എടുക്കുന്നവരുണ്ട്. കീറ്റോ ഡയറ്റ് ചിലർക്ക് സൂട്ടാവും, ചിലർക്ക് ഒട്ടും സൂട്ടാവില്ല. അപ്പോൾ കീറ്റോ ഡയറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ കാർബ്സിൻ്റെ കണ്ടന്റ് മാക്സിമം റെസ്ട്രിക്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ് അത് അധികം ഉൾപ്പെടും. അതുപോലെ പാല് തടി കൂട്ടുന്ന ഒന്നാണ്. പിന്നെ പാല് ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കാണ് അത് ദഹിക്കാനുള്ള ഒരു കെസിൻ, നമ്മുടെ പാലിൽ നിന്നുള്ള ഇതില്ലേ അതിൻ്റെ എൻസൈം ഉള്ളത് ചെറിയ കുട്ടികളിലാണ്. വലുതാകും തോറും അതിൻ്റെ ആ ഒരു എൻസൈമിൻ്റെ ആക്ഷൻ സ്ലോ ഡൗൺ ആവും. അത് ശരിക്കും നമുക്കൊരു വിഷമാണ് പാലെന്ന് പറയുന്നത്. തടി കൂടാനുള്ള ഒരു കാരണം കൂടിയാണ്. പാല് നല്ലതല്ല. മിൽക്കിൻ്റെ വേറെ ഫോം, ഇപ്പോൾ കേട്, ചീസ് അത് കുഴപ്പമില്ല. പാല് അതേപടി കുടിക്കുന്നത് വെയിറ്റ് ലോസിന് സഹായിക്കുകയില്ല. അത് കട്ട് ഷോർട്ട് ചെയ്യുക വേണം. ഇപ്പോൾ ഡോക്ടറെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ ഡോക്ടർ നല്ല എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളൊരു വിഷയമാണ് ഈ ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകൾ ഒഴിവാക്കേണ്ട ഭക്ഷണം. ഞാൻ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ആളുകൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്? ഷുഗർ കട്ട് ചെയ്യേണ്ട ആളുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് നമ്മൾ പഴങ്ങളിൽ ഏത്തപ്പഴം, അതേപോലെ മാമ്പഴം, തണ്ണിമത്തൻ, ഇത് എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് ഒഴിവാക്കണം. അതേപോലെ പാല് കുടിക്കുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാൽച്ചായ എടുക്കുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യണം. ആ ഒരു കോമ്പിനേഷനും ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റാണ് തരിക വെയിറ്റ് ലോസ് ജേർണിയിലുള്ളവർക്ക്. പാൽച്ചായ എന്നുള്ളൊരു കോമ്പിനേഷൻ, കട്ടൻ ചായ അല്ലെങ്കിൽ ഗ്രീൻ ടീ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ പാലും ഈ ഒരു ടീയുടെ കണ്ടന്റും രണ്ടും കൂടി ചേരുമ്പോൾ അത് ആസിഡ് റിഫ്ലക്സ് ആണ് കൂടുതലും വരാൻ സാധ്യത. അപ്പോൾ അധികം ഗ്യാസ് ബ്ലോട്ടിംഗ് ഉള്ളവർക്ക് ഈ ഒരു ടീ ഒരുപാട് എടുക്കുന്നതാണ് മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ എടുക്കുക, എന്നാൽ പാൽ അതേപടി എടുക്കരുത്. ഏത്തപ്പഴം, അതേപോലെ തന്നെ നമ്മൾ തണ്ണിമത്തൻ എന്ന് പറയുന്ന ബത്തക്ക, പഴുത്ത മാമ്പഴം, ചക്ക, ഇതൊക്കെ ഹൈ കാലറി കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണി ആഗ്രഹിക്കുന്നവർ, അതിലോട്ട് കടക്കുന്നവർ ഇതിലോട്ട് പോവരുത്, ഇത് എടുക്കരുത്. ഈ ഫ്രൂട്ട്സ് നല്ലതാണ്, പക്ഷേ എന്ത് ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുന്നു എന്നതിലും കൂടെ ഉണ്ട്. അതേപോലെ റോബസ്റ്റ് പഴവും ഒരു മീഡിയം രീതിക്ക് തന്നെ കലോറി കണ്ടന്റ് കൂടുതൽ, എന്നാലും ഏത്തപ്പഴത്തിൻ്റെ അത്ര കലോറി കൂടുതലല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറ്റ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഡയറ്റ് തരുന്നതാണ്. അതിന് കൂടുതൽ അറിയുന്നതിൻ്റെ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെയിറ്റ് വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സപ്ലിമെൻറ്റ്, സ്ലിം ഫിറ്റ് എന്ന സപ്ലിമെൻറ്റ്, ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടറെ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രാവിലെ എന്ത് കഴിക്കണം എന്നുള്ള ഡയറ്റ് ഇവർക്ക് പറയാൻ പറ്റും? രാവിലെ, അതുപോലെ ഉച്ചയ്ക്ക്, രാത്രി, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ പറയും കാർബ്സ് കഴിക്കാൻ പാടില്ല. പിന്നെ ആളുകൾ ചോദിക്കും എന്ത് കഴിക്കും, നമ്മൾ ഒരു കഴിക്കരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് കഴിക്കേണ്ടതെന്നോട് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും? രാവിലെ പ്രോട്ടീൻ അധികം നിറഞ്ഞ ഭക്ഷണം വേണം കഴിക്കാനായിട്ട്. ഇപ്പോൾ മുട്ട എടുക്കാം, അല്ലെങ്കിൽ ചിക്കനോ നോൺ വെജ് എന്ത് എടുക്കുകയാണെങ്കിലും അത് രാവിലെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. ഇനി കാർബ്സിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു പോർഷൻ കുറച്ച് മില്ലറ്റ് റൈസ് എടുക്കാം. ചെറുധാന്യങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോൾ റാഗി, അതേപോലെ കമ്പ്, വറക്, ഇതൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ സംബ, ഇങ്ങനത്തെ റൈസ് ഒക്കെ ഉണ്ട്. ഇത് എന്താ പറയുക, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലാണ്. അത് കാർബ്സ് തന്നെയാണ്, പക്ഷേ ഇതിലെ മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലുള്ളതുകൊണ്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായകരമാവുന്ന ഒന്നാണ്. അത് എളുപ്പം നമ്മുടെ ഇപ്പോൾ ശരീരത്തിലെ ഗ്ലൂക്കോസ്, എക്സസീവ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ് ശരീരത്തിലെ ലിവറിലെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നാൽ അത് ഈ മില്ലറ്റ്സ് തടയും. അപ്പോൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഈ മില്ലറ്റ്സ് എടുക്കാം. മില്ലറ്റ്സ് ദോശ എടുക്കാം, മില്ലറ്റ് റൈസ് എടുക്കാം. നമുക്ക് അത് രാവിലെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഉച്ച സമയത്ത് നമ്മൾ എടുക്കുന്ന ടൈമിൽ കൂടുതലായിട്ടും ഇപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്നത് ഒരു നേരം നിങ്ങൾക്ക് റൈസ് അലോഡ് ആയിട്ട് തന്നെ പറയും. കാരണം നമുക്ക് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡാണല്ലോ, നമ്മൾ എന്നും കഴിച്ച് ശീലിച്ചതാണ്. അപ്പോൾ അരി ഒരു നേരം എടുക്കാം, അതും ഒരു ചെറിയ കപ്പ് 250 ഗ്രാം അങ്ങനെ എടുക്കാം. അതൊരു നമ്മൾ ഹാഫ് പോർഷൻ, ഒരു പ്ലേറ്റ് നമ്മൾ 4ആയിട്ട് വിഭജിക്കുകയാണെങ്കിൽ ഒരു 250 ഗ്രാം മാത്രം, 1/4 ഭാഗം മാത്രമാണ് റൈസ് എടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത് തന്നെ പ്രോട്ടീൻ അധികം. അതിപ്പോൾ നിങ്ങളിപ്പോൾ നോൺ വെജ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ചെറുപയറൊക്കെ ഹൈലി പ്രോട്ടീൻ റിച്ച് ആണ്. സോയാബീനും ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. പാല്, മിൽക്ക് ഇൻടോളറൻസ് ഉള്ളവർക്കും ഈ ഒരു സോയാ മിൽക്കും വളരെ എഫക്റ്റീവ് ആണ്. ടൊഫു, സോയയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ടൊഫു, അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് മുഴുധാന്യങ്ങൾ എടുക്കാം, അതേപോലെ പയറുവർഗ്ഗങ്ങൾ എടുക്കാം. പിന്നെ ഭാഗം ഫുൾ എടുക്കേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഈ ഫ്രൂട്ട്സിൽ ഞാൻ പറഞ്ഞ പോലെ ഹൈ കലറി ഉള്ളത് തൊട്ടുപോരുത്. അതിന് പകരം നമുക്ക് കലറി കണ്ടന്റ് കുറവായിട്ടുള്ള ഈ ഒരു വെള്ളിരിക്ക അല്ലെങ്കിൽ കക്കരിക്ക എന്ന് പറയുന്ന കുക്കുംബർ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബെറീസ്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം അടങ്ങിയിട്ടുള്ളത്, പിന്നെ ഇലക്കറികൾ, ലെറ്റ്യൂസ്, ചീര, പിന്നെ സ്വീറ്റ് കോൺസും എടുക്കാം. സ്വീറ്റ് കോൺസും അധികം അങ്ങനെ ഒരുപാട് കാലറി കൂടുന്നതല്ല. എങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, അതായത് വെജിറ്റബിൾസ് തന്നെ പകുതി വേവിച്ചത് എടുക്കാം, പകുതി വേവിക്കാത്തതായിട്ട് പച്ചയായിട്ടുള്ള രീതിക്കുള്ളതും ലെറ്റ്യൂസൊക്കെ അങ്ങനെ എടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത് ഹാഫ് പോർഷൻ എടുക്കുമ്പോഴത്തേന് ശരിക്കും നമ്മുടെ വയറ് ഫിൽഡ് ആവും. എന്നിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത്. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വേണം, എന്നാലേ നിങ്ങളുടെ ഡൈജഷൻ റാപ്പിഡ് ആവുള്ളൂ. അല്ല നിങ്ങൾ ഭക്ഷണത്തിന് കൂടെ, അതായത് വെള്ളം അതേപടി കുടിക്കരുതെന്നേ ഉള്ളൂ. സൂപ്പായിട്ടോ അങ്ങനെ നിങ്ങൾ കുടിക്കുന്നത് ഓക്കെ. പക്ഷെ ഭക്ഷണം കഴിച്ച ഉടനെ ഒരു ശീലമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നമ്മളൊരു 1/2 ബോട്ടിൽ വെള്ളം അങ്ങനെ കുടിക്കും. അപ്പോൾ നമ്മുടെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡ് കണ്ടന്റ് നമ്മുടെ വയറിൽ ഉണ്ട്. അപ്പോൾ അത് എന്താവെന്ന് വെച്ചാൽ നള്ളിഫൈ ആകും. അത് ആൽക്കലൈൻ പ്രോപ്പർട്ടി ആയിട്ട് മാറും. ദഹനം സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും, മന്തിപ്പാവാൻ തുടങ്ങും. അത് വെയിറ്റ് ഗെയിൻ ആവാനാണ് സാധ്യത കൂടുതൽ. ഭക്ഷണം കഴിച്ച 1/2 മണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ വെള്ളം കുടിച്ചോട്ടെ, അങ്ങനെ കുടിച്ചാലും കുഴപ്പമില്ല. കാരണം വയറ് ഫില്ലായിട്ട് തോന്നുന്നു നമുക്ക്, അതും നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ഡയറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ഡോക്ടറുടെ സ്ഥലത്തേക്ക് വരാനാവാത്തതോ വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഈ ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഷുഗർ കുറയും, ഫാറ്റി ലിവർ കുറയും, കൊളസ്ട്രോൾ കുറയും, PCOD ഉള്ള ആളുകളാണെങ്കിൽ അത് കുറയും, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് കുറയും. പിന്നെ അതുപോലെ എല്ലാ ഓവറോൾ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ കൊളസ്ട്രോളുള്ള പേഷ്യൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ തൈറോയിഡോ ഫാറ്റി ലിവറോ PCOD ഉള്ള PCOD എന്നിപ്പോൾ പറയാൻ പാടില്ല, PMOS ഇത്തരം പ്രശ്നങ്ങളിലെ ആരായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറ്റ് എടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. കൂടുതൽ അറിയാൻ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ സപ്ലിമെൻറ്റ് സ്ലിം ഫിറ്റ്, അതായത് ഡോക്ടർക്ക് പേഷ്യൻറ്റിന് കൊടുത്തിട്ട് ഡോക്ടർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഡോക്ടർ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഡോക്ടറെ പോലെ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴെക്കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ താഴെക്കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.